ഹലോ ഗായ്സ്, ആറ്റുകാലിൽ പോവാ. അതിനു മുമ്പായിട്ട് ഇവിടെ ശാർക്കര അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാവേ. അപ്പോൾ ഇത് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, കുഞ്ഞുങ്ങളൊക്കെ ഉറക്കമാണ്. അപ്പം രാവിലെ തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് ശാർക്കര അമ്പലത്തിൽ കൊടിയേറുകയാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൗകര്യം നടക്കാനായിട്ട് പ്ലാറ്റ്ഫോമിൽ കൂടെ. ഇത് നമ്മൾ അമ്പലം എത്താറായി. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണയും ചന്ദനത്തിരിയും തേങ്ങ ഉടയ്ക്കാനൊക്കെ ആയിട്ട് മേടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൂവും കൂടെ മേടിച്ചു. ഇത് നമ്മൾ അമ്പലത്തിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇതേ ഗോപുരം കണ്ടോ, എന്ത് ഭംഗിയാണല്ലോ ഇത് കാണാനായിട്ട്. ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുക കേട്ടോ. രാത്രി വരണം ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ. അപ്പോൾ അതേ നമ്മൾ വന്നു, തൊഴുതു, ഇറങ്ങി കുറച്ച് നേരമായിട്ട് റെസ്റ്റ് ചെയ്യുകയാണ്. അവിടെ കണ്ടോ, നിറച്ചും വർണ്ണക്കുടകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ, എല്ലായിടവും പൂ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇതാണ് ശരിക്കും മെയിൻ എൻട്രൻസ് വരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നേരെ നട കാണത്തുള്ളൂ കേട്ടോ. ഇവിടെ അടുത്തായിട്ട് ഒരു അയ്യപ്പൻ്റെ അമ്പലം കൂടെ ഉണ്ട്. അവിടെ ഇപ്പോൾ കയറാൻ പറ്റത്തില്ല, നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്നുകൊണ്ട് തൊഴാം. ഈ കാണുന്നതാണ് പൊങ്കാല ഇടുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഡെയിലി പൊങ്കാല ഇടാം. ആ കാണുന്നതാണ് അയ്യപ്പൻ്റെ അമ്പലം. നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്കിനി തിരിച്ച് പോകാൻ നേരമായി. നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഓണറിൻ്റെ കൂടെയാണ്. പുള്ളിക്കാരൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇതേ കൂട്ടിനൊരാളെ കേട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ ഇതേ അവരുടെ കൂടെ നടക്കുക. ഇതേ ഗായ്സ്, നിറച്ചും കണ്ണിമാങ്ങ കിടക്കുന്നു, മുരിങ്ങക്കോല് കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇതേ ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് പിള്ളേരൊക്കെ കുളിപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. 7 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പോൾ ഇതേ നമ്മൾ പോവുകയാണ്. രണ്ടിനെയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചായിരുന്നു വെള്ളത്തിൽ മുക്കിയെടുത്തത്. അത് കാരണം കൊണ്ട് പാവം രണ്ടിനും ഉറക്കം വന്നിരിക്കുമായിരുന്നു. കുഞ്ഞാവ് എൻ്റെ കയ്യിലിരുന്ന് കയറിയപ്പോൾ തന്നെ ഉറങ്ങി. കല്ലുതേ തൂങ്ങിയിരിക്കുക. അപ്പോൾ ദേ നമ്മൾ അമ്പലത്തിലെത്തി. നമ്മുടെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ പോയി കേട്ടോ. അപ്പോൾ അതേ അമ്മയും മണിയമ്മയൊക്കെ അമ്പലത്തിലൊഴിക്കാനുള്ള എണ്ണയും ചന്ദനത്തിൽ എന്തൊക്കെ വഴിപാടിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ ദേ കല്ലുകളെടുത്തുകൊണ്ട് നിൽക്കുക. കുഞ്ഞാവ മണിയമ്മയുടെ കയ്യിലുണ്ട്. നമ്മളെവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്യൂ ആയിട്ടുണ്ട്. എങ്കിലും വലിയ കുഴപ്പമില്ല, നമുക്ക് വേഗം കയറി തൊഴാൻ പറ്റി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായിട്ട്. ഇത് കണ്ടോ, ആറ്റുകാലമ്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ സമർപ്പിക്കുന്ന സാരികളും വിളക്കും ഒക്കെയാണ് കേട്ടോ. ഇതിവിടെ ലേലത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുക. ഇഷ്ടമുള്ളവർക്ക് ലേലം വിളിച്ചത് മേടിക്കാവേ. ഇത് അമ്മ ഇവിടെ നിന്ന് ഒരു സാരി മേടിച്ചു കേട്ടോ. നല്ല സാരിയായിരുന്നു. സെറ്റ് സാരിയും പട്ട് സാരിയും അതേപോലെ വിളക്കുകൾ, പല സൈസിലുള്ള വിളക്കുകൾ. പിന്നെ നമ്മൾ 500 രൂപയ്ക്ക് മേളിൽ മേടിക്കുകയാണെങ്കിൽ ഒരു സാരിയും കൂടെ അവർ അഡീഷണൽ നമുക്ക് തരും. അങ്ങനെ അപ്പോൾ നമ്മൾ പഴവങ്ങാടി ഗണപതിക്ക് അടയ്ക്കാനുള്ള തേങ്ങയൊക്കെ മേടിച്ച് നമ്മളിതേ അകത്തേക്ക് കയറാൻ പോകുക. അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് വന്നു. അമ്മ കുഞ്ഞിനെയും കൊണ്ട് വെളിയിൽ നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ തൊഴുതിട്ട് വന്നപ്പോഴേക്കും അമ്മ അകത്ത് കയറി തൊഴാൻ പോയി. കുഞ്ഞിനിതേ ആ ആൻറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ അങ്ങോട്ട് പോയത്. ഭയങ്കര കുസൃതിയായിട്ടാവല്ലോ, കാറിലിരുന്നുകൊണ്ട് അതും ഇതൊക്കെ പിടിച്ച് വലിക്കുക. അപ്പോൾ ഇതേ അമ്മ വരുന്നുണ്ട്, നമ്മളിതിന് തിരിക്കുക. അത്രയും നേരത്തെ പോയത് കൊണ്ട് കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റി. നല്ലപോലെ തൊഴുത്ത് ദേവിയൊക്കെ കണ്ട് തൊഴാൻ പറ്റി. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. തിരിച്ച് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു പോക്കൊന്നും നടക്കത്തില്ല. അപ്പം എന്തായാലും പോകുന്നതിന് മുമ്പായിട്ട് തൊഴാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.